ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം സമയമായിരിക്കുവാണ് 9:30. ഇന്നത്തെ വീഡിയോ ഭയങ്കരധികം സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വേദുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ വേദു കിടന്നുറങ്ങുവാണ് കേട്ടോ. നമ്മളിപ്പോൾ എണീച്ചേ ഉള്ളൂ. ഇതാ കണ്ടില്ലേ, നല്ല ഉറക്കമാണ്. അവന് നല്ല കോൾഡൊക്കെ ആയതുകൊണ്ട് അവന് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല. ഇവിടുത്തെ പൊല്യൂഷനൊക്കെ കാണാൻ കോൾഡ് പോകുന്നുമില്ല. അതുകൊണ്ട് അവനിപ്പോൾ ഈ സമയമാണ് ഉറങ്ങുന്നത്. ബർത്ത്ഡേ പോയി കിടന്നുറങ്ങും. അപ്പം വൈകിട്ട് നമ്മൾ നല്ലൊരു ചെറിയ ബർത്ത്ഡേ ഫങ്ഷനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഭയങ്കര എക്സൈറ്റഡാണ്. ഒരു വർഷം മുമ്പേ ഞങ്ങൾ ഈ സമയം ഹോസ്പിറ്റലിൽ പോകാൻ റെഡി ആവുകയാണ്. അത് ഇറങ്ങിയാന്ന് തോന്നുന്നു. ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ. ഐ തിങ്ക് ഒരു 7 മണിയൊക്കെ ആയപ്പം ഈ സെയിം സമയം നമ്മൾ ഇറങ്ങി. മണ്ഡലകാലം നടക്കുമായിരുന്നു. അപ്പം ഭയങ്കര സന്തോഷം. അത് കാത്തിരുന്നല്ല, ഒരു വലിയ സ്ട്രഗിളിന് ശേഷം കിട്ടിയ ഗിഫ്റ്റാണ് വേദു. ഭയങ്കര സങ്കടമായിട്ടിരുന്നപ്പം ഒരു ദിവസം ഇങ്ങനെ അറിഞ്ഞു ഇങ്ങനെ പ്രഗ്നൻ്റ് ആണ്. ഭയങ്കര സന്തോഷം. ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, നിധി. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ദിവസമാണ് ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ. ഇത്രമാത്രം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ സ്റ്റിൽ ഐ വിൽ ട്രൈ. ഹലോ നിഷാൻ, ബ്രഷ് ചെയ്യുവാണോ? ഇന്നെന്താ പരിപാടി? ഇന്നെന്താ സ്പെഷ്യൽ ഡേ? അയ്യേ, ഇന്നെന്താ സ്പെഷ്യൽ ഡേ? ഇന്നെന്താ ഗിഫ്റ്റ് കൊടുക്കുന്ന വേദുവിന് നിങ്ങള്? എന്താ വേദുവിന് ഗിഫ്റ്റ് കൊടുക്കുന്നേ? അതാണോ? അതിന് ഓർമ്മ പോലും കാണത്തില്ല പാർട്ടി. പിന്നല്ലാതെ അത് ഞാൻ സൂക്ഷിച്ചു വെക്കത്തില്ലേ. അത് വെളുപ്പിച്ചിട്ടൊരു കാര്യമില്ല. മനസ്സ് വെളുക്കണം. ഹാപ്പി ബർത്ത്ഡേ ബേബി. ഹാപ്പി ബർത്ത്ഡേ. അവനൊന്നും മനസ്സിലാവുന്നില്ല. എണീച്ചാട്ടെ. എനിക്കും പറയാം, ഞാൻ മൊത്തം മൂടി വെച്ചേക്കും. ഹാപ്പി ബർത്ത്ഡേ. നമസ്തേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. കിളി പോയി അണ്ണാന്റെ കൂട്ടിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. മേ ഗോഡ് ബ്ലെസ് യു. മേ ഗോഡ് ബ്ലെസ് യു. മേ ഗോഡ് ബ്ലെസ് യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്തോടി എന്റെ കുഞ്ഞു മൊത്തം കവർ. നമസ്തേ ബേട്ട. നമസ്തേ ആട്ലെ. നമസ്തേ. യു നമസ്തേ കണ്ണ. കണ്ണ വെച്ച് നോക്കുന്നുണ്ടല്ലേ. നമസ്തേ. ടുട്ടു എവിടെ? എവിടെ പോയി? അച്ഛമ്മയുടെ ഫോൺ എവിടെ പോയി? പോയോ? എവിടെ പോയി? മോൾ പോയോ? അയ്യോ, നാനങ്ങാൻ പറ്റുന്നില്ല. ബാലൻസ് തെറ്റിപ്പോന്നു. സോക്സ് ഇടും.
सेवा क्यों कर रहे हैं मेरी आज? इतनी सेवा क्यों कर അല്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യത്തില്ലല്ലോ എന്നെ ഇങ്ങനെ സേവ. എന്നെ ഇരുത്തി സോക്സ് ഒക്കെ ഇടിപ്പിക്കുന്നു. സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്. എന്റെ കുഞ്ഞ് ഇതുവരെ ഞാൻ പിടിച്ചു നിൽക്കും. ഞാൻ നിൽക്കത്തില്ല. എന്റെ കുഞ്ഞ് നേപ്പാളിയുടെ കൊടുക്കണേ. നേപ്പാളി കുഞ്ഞാണോ? ഇത് നേപ്പാളി കുഞ്ഞാണോ? വീഡിയോ में आ जाएगा. ചന്ദ്രമാൻ ഹാപ്പി ബർത്ത്ഡേ എന്റെ ചന്തു ചന്തു എന്റെ ചന്തു എന്റെ എന്റെ ചന്ദ്രമ ഇങ്ങനെ നമുക്ക് ഉമ്മ ഓ ചന്ദ്ര 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 ഇതൊരു ജലദോഷം മാറണേ ഇല്ല. എന്നോട് ഡോക്ടറെല്ലാം കാണിക്കുന്നു. അത്ര ദിവസമായി ഉമ്മ 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 ഉമ്മ. അത് പറയാൻ നീ എന്നെ വിടൂല. ഹായ് പറ ഹായ് പറ ഇത് ഇവിടെ ഹായ് പറ എന്നിട്ടാ ഹായ് പറ ഹായ്. ഇറങ്ങി ഒരാൾ എണീച്ചു. ഇനി കുളിപ്പിക്കാൻ പോവാം. വേദു വേദുമാ ഒരു പാട്ട് കേട്ടാ പുറകിലോട്ട് നോക്കും. ബാലസ്വാമിയേ വെങ്കാരു അയ്യപ്പ കന്നി സ്വാമിയേ തനനന്നയ്യപ്പ സ്വാമിയെ ശരണം. ജയ ജയ ജയ. നമസ്തേ കറോ. നമസ്തേ നമസ്തേ. രാവിലെ ആകുമ്പോൾ ഈ പാട്ട് ഭയങ്കര നിർബന്ധമായിക്കൊണ്ടിരിക്കുന്നു. കണ്ടില്ലേ, ഭയങ്കര ഇഷ്ടമായി പാട്ട്. ഇത് കന്നഡ പാട്ടാണെന്ന് തോന്നുന്നു. അയ്യപ്പൻ്റെ പാട്ടാണ്. ഞങ്ങളെപ്പോഴും വെച്ചു കൊടുക്കും ഇത്. ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. ആരത്? ഹാപ്പി ബർത്ത്ഡേ. എന്ത് ജോലിയാ നിങ്ങൾ ചെയ്തത്? ഞാൻ കൊച്ചിനെ ഉറക്കി, കൊച്ചിന്റെ ആഹാരം ഉണ്ടാക്കി. ഞാൻ കുളിച്ചു. എല്ലാ ദിവസവും ചെയ്യുന്നില്ല. ഇല്ല, ഇടവിട്ടാ കുളിക്കുന്ന. ഇന്ന് തണുപ്പായുണ്ട്. എന്ത് ചെയ്തു നിങ്ങൾ? ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഓടി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറയാം വെള്ളം ചൂടാക്കാൻ പറയുമ്പോൾ അത് പാതി വഴിക്ക് വിട്ടിട്ട് പോകും. അതില്ലേ ആ സീരിയലില്ലേ, ആ ഫിലിമില്ലേ നന്ദനത്തിലെ, നാരായണി അമ്മ അടുപ്പ് വെള്ളം വെക്കൂ. അപ്പം മറ്റൊരു പറയും അടുപ്പ് വെള്ളം വെച്ചെന്നങ്ങ് വിചാരിക്കുക, തീ കത്തിക്കൂ. അതാണ് നിഷാന്റെ അവസ്ഥ. ഞാനിപ്പം മരുന്ന് എടുക്കാൻ തുടങ്ങി. വിറ്റമിൻ D3, കാൽഷ്യം, ഹീമോഗ്ലോബിൻ എല്ലാം കുറവ്. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു കറക്റ്റായിട്ട് മരുന്ന് എടുക്കുക കാൽഷ്യത്തിൻ്റെ. ഇത് അറിഞ്ഞത് ഞാൻ എൻ്റെ ബോഡിയിൽ വീക്ക്നെസ് വന്നപ്പോഴാണ്. അപ്പം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ദാറ്റ് ഐ ആം ഫീലിംഗ് സോ ടയേർഡ്. ആദ്യമൊന്നും വക വച്ചില്ല. പിന്നീട് ഞാൻ പിന്നെയും പറഞ്ഞു ഐ ആം ഫീലിംഗ് സോ ടയേർഡ്, ആൻസൈറ്റി, ഹെയർ ഫോൾ. എൻ്റെ പല്ലേ വെക്കുന്നതാണ്.
ദെൻ ഹി റിയലൈസ്ഡ്. അത് കഴിഞ്ഞ് ഞാൻ കുറേ റീൽസ് അയച്ചു ഇൻസ്റ്റാഗ്രാമിൽ. ദറ്റ് ഇങ്ങനെയാ വുമൻ ഫേസ് അപ്പ് വെൻ ദേ ആർ ബ്രസ്റ്റ് ഫീഡിങ്. അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. അപ്പം നമ്മൾ ചെക്കപ്പ് ചെയ്തപ്പം അയൺ കാൽഷ്യം ഇതെല്ലാം കുറവ്, നല്ല കുറവ്. അവർ തന്നെ മരുന്ന് തന്നു. ഒരു മാസത്തെ മരുന്ന് തന്നിട്ടുണ്ട്. പണ്ട് മുതലേ എനിക്ക് ശീലമാണ് ഡോക്ടറിനെ കൊണ്ട് കാണിക്കും. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഡോക്ടറിനെ കൊണ്ട് അസുഖങ്ങളൊക്കെ കാണിക്കുന്നത്. പിന്നെ അവർ മരുന്ന് തന്നാൽ എനിക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഡോക്ടറിനെ കൊണ്ട് കാണിച്ചിട്ട് വരിക, ഭയങ്കര ഒരു ആശ്വാസം. പിന്നെ മരുന്ന് കഴിക്കാൻ ഞാൻ ഭയങ്കര മടിച്ചായിരുന്നു. അപ്പോൾ അമ്മ പറയും പൈസ ചിലവാക്കാൻ മിടിക്കുക, പക്ഷെ മരുന്ന് കഴിക്കാൻ അവൾക്ക് സൂക്ഷിച്ചു വെക്കും. ഇനിയും റെഡിയായി ഗൈസ്. എന്തൊരു സമയം പിടിച്ച് കുന്തപ്പണ്ടൊക്കെ സെറ്റ് ചെയ്യാം. ഫൈനൽ റെഡി. ഗൈസ് ഞങ്ങളുടെ ലുക്ക്. ഞാൻ വെള്ളപ്പാലയുടെ കൂട്ടിനകത്തിരിക്കുന്നത്. പക്ഷെ വൈറ്റും മെറൂണുമാണ് കേട്ടോ ഈ കളറും. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് സമയത്തിന് തന്നെ ലൊക്കേഷനിൽ എത്തി കേട്ടോ. ഇതായിരുന്നു ഒരു സെറ്റപ്പ്. കൊക്കോമലൻ തീമായിരുന്നു. അപ്പം അതാണ് നമ്മൾ സെറ്റ് ചെയ്തത്. കാരണം വേദു ഭയങ്കരമായിട്ട് അവന് ഈ കൊക്കോമലൻ്റെ സോങ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കൊക്കോമലൻ തീമെന്ന് വെച്ചു. ഇപ്പം ഇവൻ ഇട്ടേക്കുന്ന ഡ്രസ്സുണ്ടല്ലോ, വേദു ഇട്ടേക്കുന്ന ഡ്രസ്സല്ല നമ്മൾ ബർത്ത്ഡേ ഡ്രസ്സ്. ഇത് അവർ തന്നെ പറഞ്ഞു, ഫോട്ടോഗ്രാഫർ ചേട്ടന്മാരൊക്കെ പറഞ്ഞു ഈ നോർമൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കൊണ്ടുപോകുക, പിന്നീടാണ് വേറെ ഡ്രസ്സ്. കാരണം കുട്ടികൾ കംഫർട്ടബിൾ ആവത്തില്ലല്ലോ. അപ്പം ഇതൊക്കെ വലിച്ചു വാരി ഇട്ടപ്പോഴേ അവന് വിമിഷ്ടം പോലെയൊക്കെ തോന്നി. പിന്നെ ഇവിടെ തണുപ്പൊക്കെ ആയതുകൊണ്ട് പിടിച്ച് നിന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ വേദുവിൻ്റെ ഒരു ബ്ലേസറിൻ്റെ ഒരു കളറിന് മോവ്ന്ന് തീമാണ്. സത്യം പറഞ്ഞാൽ ഇത് മാച്ച് ആവുന്നില്ല കോക്കോമലൻ തീമിൽ. പക്ഷേ ആ കോക്കോമലൻ തീം എന്ന് പറഞ്ഞാൽ കുറച്ച് കളർഫുൾ അല്ലേ. അപ്പോൾ അതിനകത്തൊന്നും കിട്ടാത്തപ്പം നമ്മൾ ആദ്യം ചെന്ന് വാങ്ങിച്ചത് ഈ ഒരു കളറാണ്. ഈ ബ്ലേസർ നമുക്ക് ഇഷ്ടപ്പെട്ടപ്പം ഇതിന് മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സാണ് നമ്മൾ രണ്ടുപേരും പെയർ ചെയ്ത്, ഞാനും നിഷാന്തും. പിന്നെ അവിടെ ചെന്നപ്പോൾ കുറേ ഫോട്ടോഷൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ ഫോട്ടോഷൂട്ട്സൊക്കെ നമ്മളെടുത്തു. നല്ല രസമായിരുന്നു. വേദു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ അവൻ നമ്മുടെ കൂടെ കോപ്പറേറ്റ് ചെയ്തു കേട്ടോ. ഇടയ്ക്ക് നമ്മൾ പാലൊക്കെ കൊടുത്തു. പിന്നെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നീട് ഇതൊക്കെ കണ്ടപ്പം പുള്ളിക്കാരൻ ആക്റ്റീവായി. കാർ എൻട്രി ഒക്കെ ആയപ്പം പുള്ളിക്കാരൻ ഭയങ്കര ആക്റ്റീവായി. കാർ എൻട്രി അവൻ നേരെ നോക്കുന്നേ ഇല്ലായിരുന്നു. ആ ഒരു ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ കോക്കോമലിൻ്റെ ബലൂൺ അവനെല്ലാം വേണം. പിന്നെ ഞങ്ങൾ ആക്ഷൻസൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ അവനൊന്നും നോക്കുന്നില്ല. അവൻ ആ ഗോൾഡൻ ബലൂൺ മാത്രമേ അവനത് എടുക്കണം. അങ്ങനെ ഞാൻ കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ആ കാറിലൊട്ടിച്ച ബലൂൺസ് എല്ലാം അവൻ എടുത്ത് മാറ്റി. നമ്മൾ അവിടം വരെ ചെല്ലുന്നപ്പം അവനെല്ലാം എടുത്ത് മാറ്റി. ഒറ്റൊരു ബലൂൺസ് പോലും ഇല്ലായിരുന്നു.
അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഡിന്നറൊക്കെ അവസാനം കഴിച്ച് നമ്മൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തി. അങ്ങനെ വേദുവിനുള്ള പരിപാടിയൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.